നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്റെ ലീവിന്റെ കാര്യം എന്തായി? എന്താവാനാ, നേരത്തെ പറഞ്ഞ സമയത്ത് തന്നെ ലീവ് കിട്ടുള്ളൂ. നീ ഡോക്ടർ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇടി ഈ സമയത്ത് ആവശ്യമില്ലാത്ത സ്ട്രെസ് ഒന്നും എടുക്കരുതെന്ന്. സ്ട്രെസ് ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. സ്ട്രെസ് വരാതെ എങ്ങനെ നോക്കാനാ? സ്ട്രെസ്സും പ്രശ്നങ്ങളും ഒക്കെ സ്റ്റേഷനിലേക്ക് നിന്റെ അനുവാദം ചോദിച്ചിട്ടാണോ വരുന്നത്? നീ ചെയ്യുന്ന ജോലിയിലെ സ്ട്രെസ് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ഏയ് മഞ്ജു, ഈ വിഷയത്തിൽ വെറുതെ നീ വാശി കാണിക്കാതെ ലീവ് എടുക്കുന്നതല്ലേ നല്ലത്. ഇങ്ങനെ എന്നോട് വന്ന് സംസാരിക്കാൻ ഗോപാലനായിരിക്കും ഗിരീടിനെ അയച്ചത്. ഞാൻ എന്ത് വില കൊടുത്തും അയാളെയും അയാളുടെ കുടുംബത്തെയും ജയിലിലടയ്ക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അയാള് ഗിരീടിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചോദിപ്പിക്കുന്നതായിരിക്കും അല്ലേ? നിന്നോട് നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഗോപാൽജിയുടെ ഉപദേശമൊന്നും വേണ്ട. നിനക്ക് ഗോപാൽജിയും കുടുംബത്തെയും എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തില് നീ കാണിക്കേണ്ട ശ്രദ്ധയുടെ കാര്യം അങ്ങനെയല്ല. അത് ഇപ്പൊ തന്നെ വേണം. പ്രസവത്തിന് ശേഷം നിനക്ക് എത്ര റിസ്ക് വേണമെങ്കിലും എടുക്കാലോ. കുഞ്ഞിനൊന്നും സംഭവിക്കാതെ നോക്കേണ്ടതേ എന്റെ ഉത്തരവാദിത്വം. അത് ഞാൻ വൃത്തിയായിട്ട് ചെയ്യും. പക്ഷേ എന്റെ കുഞ്ഞിനോട് മാത്രമല്ല, ഞാൻ ചെയ്യുന്ന ജോലിയോടും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെനിക്ക് നിറവേൽക്കാതെ പറ്റില്ല. എനിക്ക് കാര്യങ്ങൾ പറയാനുള്ള അവകാശമല്ലേ ഉള്ളൂ. അത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയല്ലേ. എന്താന്ന് വെച്ചാ ചെയ്തോ. നിന്നെ കാണാതെ ഞാൻ ആകെ വിഷമിച്ച് നിൽക്കായിരുന്നു. സഞ്ജുട്ടാ, ആളുകൾ കാണും. അതിനെന്താ, നിന്റെ പേടി കണ്ടാ തോന്നും ഞാൻ ആദ്യമായിട്ടാണ് നിന്നെ കെട്ടിപ്പിടിക്കുന്നതെന്ന്. ദേ, പണ്ടത്തെ അവസ്ഥ അല്ല ഇപ്പൊ. നമ്മളെ ഒരുമിച്ച് ആരെങ്കിലും കണ്ട് ഗോപാൽജിയോട് പറഞ്ഞാ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. എന്നെ വീട്ടിൽ കയറി വന്ന ഗോപാൽജി ഭീഷണിപ്പെടുത്തിയത് അത് ഓർക്കുമ്പോ ഇപ്പോഴും ഒരു പേടി തോന്നും. പ്രേമിക്കുന്നവർക്കെല്ലാം ഇങ്ങനെയുള്ള ചെറിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുമ്പോഴല്ലേ ഒരു ത്രില്ലുള്ളൂ. സഞ്ജുവിന് ഇതൊക്കെ ഒരു ത്രില്ലായിരിക്കും. കാരണം നമ്മൾ ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞാലും സ്വന്തം മോനെ ഗോപാൽജി ഒന്നും ചെയ്യില്ല. പക്ഷെ എന്നെ അദ്ദേഹം കൊല്ലാനും മടിക്കില്ല. അങ്ങനെയൊന്നും ഡാഡി ചെയ്യില്ല. ഡാഡിക്ക് ഗിരിയെ നല്ല പേടിയുണ്ട്. അവൻ വഴിയാ ഡാഡി ഇവിടെയുള്ള പല ബിസിനസ്സുകളും നടത്തിക്കൊണ്ട് പോകുന്നത്. അവന്റെ ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലാതെ ഒന്നും നടക്കില്ല. നിന്നെ എന്തെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയാൽ ഗിരി പ്രതികരിക്കും. അങ്ങനെ സംഭവിച്ചാൽ അത് ഞങ്ങളുടെ കുടുംബത്തെയും കച്ചവടത്തെയും ബാധിക്കും. കച്ചവടത്തെ ബാധിക്കുന്ന ഒരു തീരുമാനവും ഡാഡി എടുക്കില്ല. അതുകൊണ്ട് നീ അങ്ങനെയൊന്നും പേടിക്കണ്ട. അപ്പൊ ചേട്ടനെ പേടിച്ച് ഗോപാൽജി വലിയ കളിക്കൊന്നും നിൽക്കില്ല. അത്രയും ആശ്വാസമായി. ചേട്ടനെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. അല്ല, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നീ എന്തോ ചെലവുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ വിശേഷം? എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. കലക്കിയല്ലോ. കുറച്ച് വൈകിട്ടാണെങ്കിലും നീ ടെസ്റ്റ് പാസ്സായല്ലോ, നന്നായി. എനിക്ക് ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞ് ഗിരിയേട്ടനും മഹിമയൊക്കെ എന്നെ കുറെ കളിയാക്കാറുണ്ടായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചതാ എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുക്കണമെന്ന്. ഈ ലൈസൻസ് വാങ്ങി പോക്കറ്റിൽ വെച്ചിട്ട് മാത്രം കാര്യമില്ല. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കാർ എടുക്കുകയും വേണം. ഗിരിയേട്ടന്റെ കാർ ചോദിക്കാൻ എനിക്ക് മടിയാ. നീ എന്തിനാ ഗിരിയുടെ കാർ ചോദിക്കുന്നേ? ഇവിടെ എന്റെ കാറില്ലേ?
എപ്പോ വേണമെങ്കിലും നീ പറഞ്ഞാ മതി, ഞാൻ കൊണ്ടുതരാം. നമുക്ക് ഒരുമിച്ച് ലോങ് ഡ്രൈവ് ഒക്കെ പോയി ഡ്രൈവിംഗ് നന്നായിട്ട് പഠിക്കാം. നമുക്ക് ബീച്ചിലേക്ക് പോയാലോ? ഓഹോ, അപ്പൊ ഇതാണല്ലേ നിന്റെ പരിപാടി. അച്ഛൻ നേരിട്ട് താക്കീത് തന്നിട്ടും നീ സഞ്ജുവിന്റെ പിന്നിന്ന് മാറുന്നില്ല അല്ലേ? നിനക്കുള്ള മരുന്ന് ഞാൻ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരുന്നുണ്ട്. സഞ്ജു, നിന്റെ കാര്യത്തിലും ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. നിനക്ക് കാർ ഓടിക്കണോ? ബാ. ഗോപാലേട്ടാ, ചായ. അച്ഛാ, ഇന്ന് നേരത്തെ വന്നല്ലോ. ഹോട്ടലിന്റെ കാര്യങ്ങളൊക്കെ നീ കൃത്യമായിട്ട് നോക്കുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്നെ കുറിച്ച് അച്ഛനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നാലേ എന്റെ ചേട്ടന്റെ കാര്യം അങ്ങനെ അല്ല. അവനിപ്പോ എന്താ ഒപ്പിച്ചത്? സ്വപ്നയുമായിട്ട് ഒരു ബന്ധവും പാടില്ലെന്ന് അച്ഛൻ അവനോട് വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ? അതെ. അവൻ ഇപ്പോ അവളുമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. ദോഷം പറയരുതല്ലോ, രണ്ടുപേരെ ഒരുമിച്ച് കണ്ടാൽ നല്ല ചേർച്ച തോന്നും. അച്ഛനെ കാണിക്കാൻ വേണ്ടി ഞാൻ ഫോട്ടോ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അവര് തമ്മിൽ നല്ല സ്നേഹത്തിലല്ലേ? ഇങ്ങനെ പോയാ അച്ഛൻ അവരുടെ കല്യാണം നടത്തി കൊടുക്കേണ്ടി വരും. ശാലിനി ഒന്ന് നിർത്ത്. അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കാം. ഞാൻ ആ കുടുംബത്തിൽ നിന്ന് ഒരാളെ പ്രേമിച്ചപ്പോ അച്ഛന് വലിയ എതിർപ്പായിരുന്നല്ലോ. ഗിരിയും അവന്റെ അച്ഛനും നമ്മുടെ എച്ചില് തിന്നുന്നവരാ. അവർക്ക് നമ്മുടെ കൂടെ ഇരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നൊക്കെയല്ലേ അച്ഛൻ പറഞ്ഞത്. ഇപ്പൊ സഞ്ജയ് അത് തന്നെ ചെയ്യുമ്പോ അച്ഛൻ കൈയും കെട്ടി നോക്കിയിരിക്കാൻ പോവണം. ഞാൻ അങ്ങനെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ആ, എനിക്കറിയില്ല. ഗിരിയെ എതിർക്കാൻ മടിയായതുകൊണ്ട് സ്വപ്നയെ ഈ വീടിന്റെ മരുമകളാക്കാൻ അച്ഛൻ തീരുമാനിച്ചാലും ഞാൻ ഞെട്ടില്ല. നീ വെറുതെ ഗോപാലേട്ടനെ സഞ്ജുവിനെതിരെ തിരിപ്പിക്കണ്ട കേട്ടോ.